എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയാണ് നമ്മൾ മെറ്റാമാസ്ക് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. അവിടെ സെർച്ച് ചെയ്യേണ്ട ഭാഗത്ത് ഏറ്റവും മുകളിലായിട്ട് മെറ്റാമാസ്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കീബോർഡിൻ്റെ ഏറ്റവും താഴെ വലതുഭാഗത്തുള്ള സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. ഇതിൽ ഇൻസ്റ്റാൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ പേജിൽ ചില ഫോണിൽ ഇവിടെ ആയിരിക്കും ഓപ്പൺ എന്ന് എഴുതി കാണിക്കുക, ചില ഫോണിൽ ഇവിടെ താഴെ ആയിരിക്കും ഇടത് ഭാഗത്ത് ഓപ്പൺ എന്ന് കാണിക്കും. എവിടെയാണോ ഓപ്പൺ എന്ന് എഴുതിയിട്ടുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പടമൊക്കെ വരും. അതിനുശേഷം വെൽക്കം ടു മെറ്റാമാസ്ക് എന്ന് പറയുന്ന ഒരു പേജ് ആയിരിക്കും വരിക. അതിൻ്റെ ഏറ്റവും താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡിൽ ക്ലിക്ക് കൊടുക്കുക. അടുത്തായിട്ട് വരുന്ന പേജിൽ വാലറ്റ് സെറ്റപ്പ് എന്നുള്ള പേജിൽ ഏറ്റവും താഴെയായിട്ട് ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇങ്ങനെ വരുന്ന ഈ പേജ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്യണം. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നീല കളറിൽ ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ തെളിഞ്ഞു വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഐ എഗ്രിയിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ടേംസ് ഓഫ് യൂസ് എന്ന് പറയുന്ന കാര്യം വരും. ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യണം. ഇത് നമ്മൾ വായിച്ച് നോക്കാനുള്ളതാണ്. മൊത്തം സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ചതുരമുണ്ട്. ആ ചതുരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടിക്ക് മാർക്കും വീഴും. ആക്സെപ്റ്റ് എന്നുള്ള ഭാഗം നല്ല നീല കളറിൽ തെളിഞ്ഞ് കാണുകയും ചെയ്യും. അപ്പോൾ ആക്സെപ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ക്രിയേറ്റ് എ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ വരും. നല്ലൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഏറ്റവും കുറഞ്ഞത് 8 ഡിജിറ്റെങ്കിലും ഉണ്ടായിരിക്കണം. നമ്പേഴ്സ് മാത്രമായിട്ടാണെങ്കിലും നമുക്ക് കൊടുക്കാം. അതേ സെയിം പാസ്വേഡ് തന്നെ താഴെയും കൊടുക്കുക, കൺഫേം പാസ്വേഡിൻ്റെ ഭാഗത്ത്. അത് നമ്മൾ 2 പാസ്വേഡും കൊടുത്തു. രണ്ടും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പച്ച ടിക്ക് വീഴുന്നുണ്ടാവും. അതുപോലെ ഈ ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഭാഗത്ത് ഒരു ചതുരമുണ്ട്. ആ ചതുരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ടിക്ക് വീഴുകയും ചെയ്യും. ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ളത് എനേബിൾ ആയി വരികയും ചെയ്യും. അപ്പോൾ ക്രിയേറ്റ് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. അവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ആ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും വരുന്ന പേജിൽ ഒന്നുകൂടി സ്റ്റാർട്ട് എന്ന് പറയുന്നുള്ള ബട്ടൺ കാണും. ആ സ്റ്റാർട്ടിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാസ്വേഡ് കൺഫേം ചെയ്യാനായിട്ട് ആദ്യം കൊടുത്ത പാസ്വേഡില്ലേ അത് വീണ്ടും ഇവിടെ കൊടുക്കുക. പാസ്വേഡ് നമ്മൾ എപ്പോഴും എഴുതി വെച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ മാറിപ്പോവും. ആ പാസ്വേഡ് തന്നെ ഇവിടെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. ഈ പേജുകളൊന്നും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റത്തില്ല, വീഡിയോ ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വേറൊരു ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന പേജിൽ വ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കുറേ വാക്കുകൾ കിട്ടും. 12 വാക്കുകളുണ്ടാകും. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 12 വാക്കുകൾ നമ്മളൊരു ബുക്കിൽ ഒരക്ഷരം പോലും തെറ്റാതെ, ഒരു സ്പെല്ലിംഗ് പോലും തെറ്റാതെ കൃത്യമായിട്ട് എഴുതി വെക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രിപ്റ്റോ അസറ്റുകൾ, ബിറ്റ് കോയിൻ ഉൾപ്പെടെയുള്ള കോയിൻസ് നമുക്ക് വാങ്ങി ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ഇത് ഫോണിലാണല്ലോ. അപ്പോൾ ഈ ഫോൺ നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഈ വാലറ്റുകൾ റിക്കവർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ 12 വാക്കുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ 12 വാക്കുകൾ നമ്മുടെ മനസ്സിൽ കാണാപ്പാടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഫോണില്ലെങ്കിൽ മറ്റൊരാളുടെ ഫോണിൽ ഓപ്പൺ ചെയ്തൊക്കെ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ. അപ്പോൾ അത്രയ്ക്ക് ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു സംവിധാനമാണ് ഇത്. ഇതിനെ ആരും നിസ്സാരമായിട്ട് കാണരുത്. നിർബന്ധമായിട്ട് ഇതൊരു ഡയറിയിൽ തന്നെ എഴുതണം. 2 or 3 ഡയറിയിൽ എഴുതി വീടിൻ്റെ പല ഭാഗത്തായിട്ട് നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ ഇത് ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഷെയർ ചെയ്യാനോ ഒന്നും പാടില്ല. ഇത് കൃത്യമായിട്ട് എഴുതി തന്നെ വെക്കണം. ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ആ വാക്കുകളെല്ലാം ഇവിടെ ഓർഡർ തെറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയ ഓർഡറിൽ ഒന്നാമത്തെ വാക്ക് ഏതാണോ അത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇവിടെ ഒന്ന് പ്ലേസ് ആവും. രണ്ടാമത്തെ വാക്ക് ഏതാണോ അത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഒന്ന്. അങ്ങനെ ഈ 12 വാക്കുകളും ഓർഡർ തെറ്റാതെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം എല്ലാ വാക്കുകളും കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തത് കറക്റ്റ് ആണെങ്കിൽ സക്സസ് എന്ന് പറയും. ഇവിടെ ഒരു പച്ച ടിക്കും വരും. അതിനുശേഷം കംപ്ലീറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേജ് വരും. അതിൽ ഏറ്റവും താഴെ ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. ഓട്ടോമാറ്റിക്കലി ചെക്ക് ഫോർ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് എന്നുള്ള ഭാഗം വരും. അത് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. എനേബിൾ ഓട്ടോമാറ്റിക് സെക്യൂരിറ്റി ചെക്സ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. അവിടെ ഇങ്ങനെ വെൽക്കം ടു
യുവർ വാലറ്റ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നോ താങ്ക്സ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാലറ്റ് ക്രിയേറ്റ് ആയി. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ചെയ്തു വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെറ്റാബിറ്റി കോയിൻ്റെ പുതിയ സ്മാർട്ട് കോൺട്രാക്റ്റ് അഡ്രസ്സ് കണക്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്തു വരുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഇത് ക്ലോസ് ചെയ്ത് വിടാം. അപ്പോൾ നമ്മുടെ വാലറ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെറ്റാബിറ്റി കോയിൻ്റെ സ്മാർട്ട് കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കിടക്കുന്നത് നെറ്റ്വർക്ക്, എത്തീരിയം മെയിൻ നെറ്റ്വർക്കായിട്ടാണ് കിടക്കുന്നത്. അതിനെ നമ്മൾ മാറ്റണം. നമ്മുടെ BT Cash വർക്ക് ചെയ്യുന്നത് ബിനാൻസിൻ്റെ BNB-യിലാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തുണ്ട് ഒരു ചെറിയ കുനിപ്പുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആഡ് നെറ്റ്വർക്ക്. അപ്പോൾ ഇങ്ങനെ കുറേ നെറ്റ്വർക്കുകൾ വരും. അതിൽ മൂന്നാമത്തേതായിട്ടുള്ള BNB ചെയിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജായിരിക്കും വരിക. അവിടെ നമ്മൾ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുമ്പോൾ ഇവിടെ സ്വിച്ച് ടു നെറ്റ്വർക്ക് എന്ന് ചോദിക്കും. സ്വിച്ച് ടു നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പേജ് വരും. അതിൽ ഗോ ഇറ്റ് കൊടുക്കുക. ഗോ ഇറ്റ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഓക്കെ. ഇവിടെ BNB എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളിവിടെ നിന്ന് സെൻട്രൽ ബാക്ക് അടിച്ചിട്ട് നേരെ വാട്സാപ്പിലേക്ക് പോവുക. ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള മെറ്റാബിറ്റി കോയിൻ്റെ ന്യൂ സ്മാർട്ട് കോൺട്രാക്റ്റ് അഡ്രസ്സ് അവിടെ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് ഇവിടേക്ക് വരണം. അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരുന്നു. ഇവിടെ അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നത് അതിവിടെ ഇങ്ങനെ ലോങ് പ്രസ് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വരും. അതിലിവിടെ ചില ആൾക്കാർക്ക് ഇവിടെ ചതുരമായിരിക്കും, ചില ആൾക്കാർക്ക് 3 ഡോട്ട്സ് ആയിരിക്കും. എനിക്കിവിടെ 3 ഡോട്ട്സ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ആ കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കോപ്പിയായി എന്നുള്ളത് അവിടെ എഴുതി കാണിക്കും. അതിനുശേഷം വീണ്ടും സെൻട്രൽ ബാക്ക് അടിക്കുക. മെറ്റാമാസ്ക് വാലറ്റിലേക്ക് വരിക. അപ്പോൾ നമുക്കിത് ചിലപ്പോൾ ഓഫായി പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മുന്നേ കൊടുത്ത പാസ്വേഡ് കൊടുത്തിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് കയറണം. എന്നിട്ട് അൺലോക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ഓപ്പണായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും, വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇമ്പോർട്ട് ടോക്കൺസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ഇമ്പോർട്ട് ടോക്കൺസ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന പേജിൽ സെർച്ച് ആയിരിക്കും കിടക്കുക. അവിടെ നമ്മൾ കസ്റ്റം ടോക്കൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കസ്റ്റം ടോക്കൺ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ ടോക്കൺ കോൺട്രാക്റ്റ് അഡ്രസ്സ് എന്നുള്ളിടത്ത് ലോങ് പ്രസ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ അത് കൈ എടുക്കുമ്പോൾ ഇവിടെ പേസ്റ്റ് എന്ന് എഴുതി കാണിക്കും. ഒന്നുകൂടി കാണിക്കാം. ഈ പേസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ അഡ്രസ്സ് ഇവിടെ വന്നു. അഡ്രസ്സ് അവിടെ നിന്ന് കോപ്പി എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം AC2A എന്നുള്ളതാണോ അവസാനത്തെ 4 അക്കങ്ങൾ എന്നുള്ളത്. എന്നിട്ട് അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ വന്നു. ടോക്കൺ സിമ്പിൾ മെറ്റാബിറ്റി, ടോക്കൺ ഡെസിമൽ 18 എല്ലാം ഓക്കെയാണ്. നമ്മളിനി നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഇമ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതാ മെറ്റാബിറ്റി കോയിൻ ഇവിടെ ഓപ്പണായിട്ട് വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് BT സ്മാർട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് വീണ്ടും ഇവിടുന്ന് സെൻട്രൽ ബാക്ക് അടിച്ച് പുറത്തേക്ക് വരിക. വാട്സാപ്പിലേക്ക് വരിക. ഇവിടെ വാട്സാപ്പിൽ അതിലേക്ക് കയറാനുള്ള ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യല്ല, കോപ്പി ചെയ്യണം. ലോങ് പ്രസ് കൊടുക്കുക. ഇതാ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. കോപ്പി ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കോപ്പി ആയി. ഇനി നമ്മൾ വീണ്ടും മെറ്റാമാസ്കിലേക്ക് വരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ ഇത് കണ്ടോ, ഇങ്ങനൊരു ചിഹ്നം ഉണ്ടാവും. സെറ്റിങ്സിൻ്റെ തൊട്ടടുത്തുള്ള ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഒരു പേജ് വരും. സെർച്ച് ഓർ ടൈപ്പ് URL. അവിടെ ടൈപ്പ് ചെയ്യേണ്ട, അവിടെ നിന്ന് കോപ്പി ചെയ്ത് തന്നെയാണ് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലോങ് പ്രസ് കൊടുക്കുക. അപ്പോൾ പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരും. പേസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ അത് സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ BT സ്മാർട്ടിൻ്റെ ലോഗിൻ ചെയ്യാനുള്ള പേജ് വന്നു. ഇവിടെ നമ്മുടെ ഇമെയിൽ ID എന്താണോ അത് തെറ്റിപ്പോകാതെ കൊടുക്കുക. അപ്പോൾ മെയിൽ ID കൊടുത്തതിന് ശേഷം ഇവിടെ പാസ്വേഡ് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ആ അക്കങ്ങൾ തമ്മിൽ കൂട്ടി എഴുതി ആ ക്യാപ്ച എത്രയാണോ അത്, ഇപ്പോൾ 8 6 14 കൊടുക്കുക. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. ഇവിടെ പാസ്വേഡ് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്, വേണ്ട, നോട്ട് നൗ എന്ന് കൊടുക്കുകയോ സേവ് ചെയ്യുകയോ ചെയ്യാം. ഞാൻ നോട്ട് നൗ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കണക്റ്റ് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ കണക്റ്റ് വാലറ്റ് കൊടുക്കുക. വീണ്ടും താഴെ ഇവിടെ കണക്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്, ആ കണക്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കണക്റ്റ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇവിടെ കണക്റ്റ് വാലറ്റിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ 3 തവണ കൊടുക്കുമ്പോൾ കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് സൈറ്റ് ഓപ്പൺ ചെയ്ത് ഇതിലെ കാര്യങ്ങളൊക്കെ നോക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് എല്ലാ തവണയും നമ്മൾ കയറേണ്ടത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.